90+ മൈ ട്യൂഷൻ ആപ്പിൽ ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കൂ. നേടൂ ബോർഡ് എക്സാമിന് 90+ മാർക്സ്. നമസ്കാരം. ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളും നടന്ന സംഭവങ്ങളും വിവിധ പ്രതികരണങ്ങളും അറിയാം വിശദമായി അരമണിക്കൂറിൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നു. സ്വാഗതം. ശബരിമല ആചാര സംരക്ഷണത്തിനും ലവ് ജിഹാദിനുമെതിരെ നിയമനിർമ്മാണം നടപ്പാക്കുമെന്ന വാഗ്ദാനവുമായി NDAയുടെ പ്രകടന പത്രിക. സാമൂഹ്യക്ഷേമ പെൻഷൻ 3500 രൂപയാക്കും. BPL കുടുംബങ്ങൾക്ക് ഒരു വർഷത്തിൽ 6 സൗജന്യ പാചകവാതക സിലിണ്ടർ, ഒരു വീട്ടിൽ ഒരാൾക്ക് തൊഴിൽ, ഭൂരഹിതരായ പട്ടികജാതി വർഗ വിഭാഗക്കാർക്ക് കൃഷിക്ക് 5 ഏക്കർ ഭൂമി തുടങ്ങിയ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിലുണ്ട്. കേന്ദ്ര സർക്കാർ പദ്ധതികളെ പേരുമാറ്റി പിണറായി വിജയൻ ഹൈജാക്ക് ചെയ്യുകയാണെന്ന് പ്രകടന പത്രിക പുറത്തിറക്കവേ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. Employment for at least one in every family, terrorism-free Kerala, legislation for Sabrimala, legislation on love jihad, 5-acre land to all landless SC and ST families, 6 free cylinders to all the BPL families, and all over development. These are the promises made through our manifesto. NSSനെ കടന്നാക്രമിക്കാതെയും നിലപാടിൽ അയവ് വരുത്താതെയും CPIM സംസ്ഥാന നേതൃത്വം. സർക്കാരിനെതിരെ NSS നിലപാട് വിശദീകരിക്കുന്നതിൽ പൊതുജനത്തിന് സംശയമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അത് പലരും അങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്താണ് അങ്ങനെയെന്നുള്ളത്. അത് അദ്ദേഹത്തോട് സ്നേഹമുള്ള നിങ്ങൾ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അദ്ദേഹത്തോട് ചോദിക്കണം എന്താണെന്നുള്ളത്. ഞാനെന്താ പറയുക അതിനെപ്പറ്റി. പക്ഷെ നാട്ടിൽ അങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞൊരു അഭിപ്രായം വരുന്നുണ്ട്. എന്താണ് ഒരു പ്രത്യേക തരത്തിൽ പെരുമാറ്റം വരുന്നത്? അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുകയാണ്. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, NSSനോട് വേറെ പ്രശ്നമൊന്നും എനിക്കില്ല, ഗവൺമെൻറ് എന്ന നിലക്കും പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രതികരണം വരുന്നുണ്ട്, അത് അദ്ദേഹവും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ശബരിമല വിഷയത്തിൽ NSSുമായി തർക്കത്തിനില്ലെന്നായിരുന്നു പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയുടെ പ്രതികരണം. വിശ്വാസം സംരക്ഷിക്കണമെന്നാണ് ഇടതുപക്ഷ കാഴ്ചപ്പാടെന്നും MA ബേബി വിശദീകരിച്ചു. പക്ഷേ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു സങ്കോചവും കൂടാതെ പറയാൻ കഴിയും, വ്യക്തികളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് സമദൂര സിദ്ധാന്തം എന്നൊക്കെയുള്ള നിലപാടുകൾ NSS പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണിയെ പിന്താങ്ങും എന്ന് NSS ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. സർക്കാരുമായി ആർക്കും പ്രശ്നങ്ങളില്ലെന്നായിരുന്നു S രാമചന്ദ്രൻ പിള്ളയുടെ പ്രതികരണം. NSS പറയുന്നത് അവരുടെ നിലപാടാണെന്നും SRP കൂട്ടിച്ചേർത്തു. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ ഓരോരുത്തരും പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ്റിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ആരുമായും ശത്രുതയില്ല. എല്ലാവരുടെയും അഭിപ്രായങ്ങളെയും ചേർത്ത് നിർത്തിയാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ഒന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു. ഈ വികസന പദ്ധതികളൊക്കെ വലിയൊരു സ്വീകാര്യത സർക്കാരിന് ലഭിക്കുമ്പോൾ അതിനെതിരെ ആരോപണമായിട്ട് വന്നിട്ടുണ്ട്. അത് സ്വീകാര്യത ലഭിക്കുമ്പോഴാണ് ഇടത് സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറപ്പാണ് എന്നുള്ളത് സംശയമില്ല. അതേസമയം ശബരിമലയിൽ മുഖ്യമന്ത്രി എടുത്തുചാട്ടം നടത്തിയതാണ് പ്രശ്നങ്ങൾ സങ്കീർണമാക്കിയതെന്ന് മുൻ മുഖ്യമന്ത്രി AK ആന്റണി ആരോപിച്ചു. തെറ്റ് എത്ര ഏറ്റുപറഞ്ഞാലും വിശ്വാസികൾ മാപ്പ് നൽകില്ലെന്നും AK ആന്റണി പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞനുസരിച്ചിട്ട് കാര്യങ്ങളെല്ലാം നടത്തിയ ദേവസ്വം മന്ത്രി പറയുന്നു, തെറ്റ് പറയുന്നു, ഏറ്റുപറയുന്നു, ക്ഷമിക്കണം. മുഖ്യമന്ത്രി പറഞ്ഞ ഈ നിലപാട് നേരത്തെ എടുത്തതെങ്കിൽ കേരളത്തിൽ ഇത്രയേറെ നാശം ഉണ്ടാകുമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മുഖ്യമന്ത്രി എത്ര സ്വരം മാറ്റി പറഞ്ഞാലും നിങ്ങൾക്ക് മാപ്പ് നൽകത്തില്ല വിശ്വാസികൾ. നിങ്ങളെ കാത്തിരിക്കുന്നത് കനത്ത പരാജയമായിരിക്കും തെരഞ്ഞെടുപ്പിൽ. സർക്കാരിനോട് ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ നടപടിയുണ്ടായില്ലെന്നാണ് NSSന്റെ മറുപടി. ശബരിമല യുവതീ പ്രവേശനത്തിൽ ഭക്തർക്കൊപ്പം സർക്കാർ നിന്നില്ല. മന്നം ജയന്തി പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തെ സർക്കാർ നിസ്സാരവൽക്കരിച്ചു. മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്കുള്ള സാമ്പത്തിക സംവരണം വൈകിയാണ് നടപ്പിലാക്കിയത്. NSSനെ ആരും വിരട്ടാൻ നോക്കേണ്ടെന്നും പ്രസ്താവനയിൽ NSS വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ ആരുടെ വോട്ടും വേണ്ടെന്ന് പറയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തലശ്ശേരിയിലെയും ഗുരുവായൂരിലെയും BJP വോട്ടുകൾ വേണ്ടെന്ന് പറയുമോ എന്ന ചോദ്യത്തിനായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. BJP വോട്ട് വേണ്ട എന്ന് പറയാൻ CPIM തയ്യാറുണ്ടോ എന്നും രമേശ് ചെന്നിത്തല വടകരയിൽ ചോദിച്ചു. അങ്ങനെ CPM എടുത്തിട്ടുണ്ടോ?
തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വോട്ട് വേണ്ട എന്നൊരു സമീപനം ഒരു പാർട്ടിയും കേരളത്തിൽ എടുക്കാറില്ല ഇപ്പോൾ. കാരണം കേരളത്തിൽ ഒത്തിരി ആളുകളുണ്ട്, രാഷ്ട്രീയമില്ലാത്ത ആളുകളുണ്ട്. അവർക്ക് അവരുടെ ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യും. തെരഞ്ഞെടുപ്പിൽ വോട്ട് വേണ്ട എന്ന് പറയുന്നത് നിഷേധാത്മകമായ സമീപനമാണ്. വിഷു കിറ്റും പെൻഷനും നേരത്തെ വിതരണം ചെയ്യാനുള്ള സർക്കാർ നീക്കം തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. സ്കൂൾ കുട്ടികൾക്കുള്ള അരി തടഞ്ഞുവെച്ചാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ കിറ്റ് നൽകുന്നത്. ഏപ്രിൽ 6-ന് മുന്നേ പെൻഷനും കിറ്റും വിതരണം ചെയ്യുന്നത് വോട്ട് ലക്ഷ്യം വെച്ചാണെന്നും രമേശ് ചെന്നിത്തല വടകരയിൽ പറഞ്ഞു. അരി കൊടുക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. അരി നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു. ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ അരി കൊടുത്തിരുന്നു. ആ കൊടുക്കേണ്ട അരി പിടിച്ചു വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുക്കാതെ തെരഞ്ഞെടുപ്പിന് വേണ്ടി അരി ഇപ്പോൾ വിതരണം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് അഴിമതിയായി നമുക്ക് കണക്കാക്കേണ്ടി വരും. കിറ്റ് വിതരണം, വിഷുവിന്റെ കിറ്റ്, വിഷു ഏപ്രിൽ 14-നാണ്. വിഷുവിന്റെ കിറ്റ് എന്തിനാ 6-ാം തീയതിക്ക് മുമ്പ് കൊടുക്കുന്നത്? വിഷുവിന്റെ കിറ്റ് 6-ാം തീയതിക്ക് മുമ്പ് കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് അഴിമതിയല്ലേ? LDF-നെയും UDF-നെയും കടന്നാക്രമിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തൃപ്പൂണിത്തുറയിൽ നടന്ന റോഡ് ഷോയ്ക്കിടെയാണ് അമിത്ഷാ 24-നോട് പ്രതികരിച്ചത്. ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ച കേരളം അഴിമതിക്കളമായി മാറി. UDF ഭരണകാലത്ത് സോളാർ അഴിമതിയും LDF ഭരണകാലത്ത് ഡോളർ കടത്തും സ്വർണ്ണക്കടത്തും ഉൾപ്പെടെയുള്ള അഴിമതികൾ നടത്തിയെന്നും അമിത്ഷാ 24-നോട് പറഞ്ഞു. मैं मानता हूं कि LDF UDF दोनों से केरल की जनता उकता गई. दोनों ने करप्शन भी किया है, दोनों ने कम्युनिज्म को भी बढ़ाया है. तो मैं मानता हूं कि अब केरल की जनता विकल्प तराश रही है और भारतीय जनता पार्टी एक विकल्प बनकर उभर रही है. पहले सोलर स्कैम हुआ, बाद में गोल्ड स्कैम हुआ, डॉलर स्कैम हुआ. मुख्यमंत्री के खुद की ऑफिस के अंदर बैठकर कोई तस्करी करा रहा है, स्मगलिंग करा रहा है. इससे बड़ा कोई मैं नहीं मानता नैतिकता का सवाल हो सकता है. കേരളത്തിൽ BJP മികച്ച വിജയം കൈവരിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചു. नहीं, हम अच्छा परफॉर्म करेंगे, जन समर्थन बहुत प्राप्त होगा. भारतीय जनता पार्टी को बहुत अच्छा रिस्पॉन्स मिलेगा. थैंक यू. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുടെ മൊഴികളിൽ വിശദീകരണവുമായി സ്പീക്കർ P. ശ്രീരാമകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. താൻ നടത്തിയ വിദേശയാത്രകളൊന്നും രഹസ്യമല്ലെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കുന്നു. യാത്രയുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങൾ സത്യവുമായി പുലബന്ധം ഇല്ലാത്തവയാണ്. ഡോളർ കൈമാറ്റവും പണക്കൈമാറ്റവും ഉണ്ടായിട്ടില്ലെന്നും സ്പീക്കർ ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. പ്രവാസി സുഹൃത്തുക്കളുമായി ഇനിയും ബന്ധപ്പെടുമെന്നും അതിന്റെ പേരിൽ പേടിപ്പിക്കാൻ വരേണ്ടെന്നും സ്പീക്കർ ഫേസ്ബുക്കിൽ കുറിച്ചു. നിയമവിരുദ്ധമായി താൻ ഒന്നും ചെയ്തിട്ടില്ല. കസ്റ്റഡിയിലുള്ള പ്രതികൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ സത്യത്തെ കുഴിച്ചുമുടാനാകില്ലെന്നും P. ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കി. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്കെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സ്റ്റേയില്ല. ED-ക്കെതിരായ കേസ് പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും സ്വപ്ന സുരേഷ് മജിസ്ട്രേറ്റിന് മുൻപാകെ നൽകിയ രഹസ്യമൊഴിയിലൊന്നും ഇപ്പോഴത്തെ കേസിന് ആധാരമായ ആരോപണത്തെക്കുറിച്ച് പരാമർശമില്ലെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഹൈക്കോടതിയിൽ വാദിച്ചു. കേസിൽ ചുമത്തപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം കേസന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ED-യുടെ ആവശ്യത്തെ സംസ്ഥാന സർക്കാർ ശക്തമായി എതിർത്തു. മറുപടി നൽകാൻ കൂടുതൽ സമയം വേണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം. കേസ് സംസ്ഥാന സർക്കാരിന്റെ മറുപടിക്കായി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. അതുവരെ ED ഉദ്യോഗസ്ഥർക്കെതിരെ തുടർ നടപടി പാടില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. തിരുവനന്തപുരത്ത് യൂട്യൂബ് ദൃശ്യങ്ങൾ അനുകരിക്കാൻ ശ്രമിച്ച് പൊള്ളലേറ്റ വിദ്യാർത്ഥി മരിച്ചു. തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശിയായ 12-കാരൻ ശിവനാരായണനാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടെ തീ ഉപയോഗിച്ച് മുടി മുറിക്കുന്ന യൂട്യൂബ് ദൃശ്യങ്ങൾ കുട്ടിയെ അനുകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന മണ്ണെണ്ണ തലയിലൊഴിച്ച് തീ കൊളുത്തി മുടി മുറിക്കാനായിരുന്നു ശ്രമം. കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാജ്യത്തെ കോവിഡ് കേസുകളിൽ വീണ്ടും വർധന. 24 മണിക്കൂറിടെ പ്രതിദിന പോസിറ്റീവ് കേസുകൾ 47,000 കടന്നു. സംസ്ഥാനത്ത് 2456 പേർക്ക് കൂടി കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിടെ 54,000-ലധികം സാമ്പിളുകളാണ് പരിശോധിച്ചത്. 4.33% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 10 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 4527 ആയി. ഇന്ന് 2060 പേർക്ക് രോഗമുക്തി. ജസ്റ്റിസ് NV രമണയ്ക്കെതിരെയുള്ള പരാതി തള്ളി സുപ്രീം കോടതി. അമരാവതി ഭൂമി ഇടപാടിൽ ആന്ധ്ര മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡി ഉന്നയിച്ച ആരോപണങ്ങളാണ് തള്ളിയത്. ആഭ്യന്തര അന്വേഷണത്തിന് ശേഷമാണ് നടപടിയെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. സുപ്രീം കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസ്താവന പുറത്തിറക്കി. ആഭ്യന്തര അന്വേഷണ വിവരങ്ങൾ രഹസ്യ സ്വഭാവമുള്ളതാണെന്നും പരസ്യപ്പെടുത്താൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി.
ഝാൻസിയിൽ കന്യാസ്ത്രീകളെ ആക്രമിച്ചത് ABVP പ്രവർത്തകരെന്ന വെളിപ്പെടുത്തലുമായി ഝാൻസി റെയിൽവേ സൂപ്രണ്ട്. ഋഷികേശിലെ സ്റ്റഡി ക്യാമ്പ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ABVP-ക്കാരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് റെയിൽവേ സൂപ്രണ്ട് ഖാൻ മൻസൂരി പറഞ്ഞു. മതപരിവർത്തനം നടത്തിയെന്ന ആരോപണം സൂപ്രണ്ട് തള്ളി. ഇതിൽ കഴമ്പില്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായെന്നും ഖാൻ മൻസൂരി വ്യക്തമാക്കി. സംവരണം 50% കൂടുതലാകാമെന്നും മണ്ഡൽ കമ്മീഷൻ വിധി പുനഃപരിശോധിക്കണമെന്നും കേരളം സുപ്രീം കോടതിയിൽ. മറാത്ത സംവരണ കേസിലാണ് സംസ്ഥാന സർക്കാർ 5-അംഗ ഭരണഘടനാ ബെഞ്ചിനെ നിലപാട് അറിയിച്ചത്. സംവരണം 50% അധികമാക്കാൻ പാടില്ലെന്ന 1992-ലെ ഇന്ദിരാ സാഹ്നി വിധി പുനഃപരിശോധിക്കാവുന്നതാണ്. സാമ്പത്തിക സംവരണം എന്ന വിഷയം ആ കാലഘട്ടത്തിൽ കണക്കിലെടുത്തിരുന്നില്ല. സംവരണ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് തന്നെയാകണം. സംസ്ഥാനത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് തീരുമാനിക്കാൻ എക്സിക്യൂട്ടീവ് അധികാരികൾക്ക് കഴിയില്ലെന്നും കേരളം വാദിച്ചു. കർണാടക, മധ്യപ്രദേശ്, അരുണാചൽ പ്രദേശ് ഉൾപ്പെടെ കോൺഗ്രസ് ജയിച്ച സംസ്ഥാനങ്ങളിൽ BJP സർക്കാർ ഉണ്ടാക്കുന്നുവെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കേരളത്തിൽ 35 സീറ്റ് കിട്ടിയാൽ സർക്കാർ ഉണ്ടാക്കുമെന്ന് BJP പറയുന്നത് ഇതുകൊണ്ടാണെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. BJPയെ പരാജയപ്പെടുത്തി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് BJP സർക്കാർ ഉണ്ടാക്കാൻ സഹായിക്കുന്നതെന്നും സീതാറാം യെച്ചൂരി ആരോപിച്ചു. But BJP will form the government. Goa, they lost the election, they formed the government. Karnataka, they lost the election, they formed the government. Madhya Pradesh, they lost the election, they formed the government. Arunachal Pradesh, they lost the election, they formed the government. They tried it in Kerala. They tried this sort of buying up the MLAs and MPs. Congress is the biggest party that is being sold like this. In many of these states where Congress governments were there, now BJP governments are there. So we require an alternative to both of them, and that is the alternative that the left represents and that the LDF represents. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തമിഴ്നാട്ടിൽ VK ശശികലയോടുള്ള നിലപാട് മയപ്പെടുത്തി ഉപമുഖ്യമന്ത്രി O പനീർസെൽവം. ജയലളിതയുടെ മരണത്തിൽ താൻ ശശികലയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചില്ലെന്ന് O പനീർസെൽവം പറഞ്ഞു. പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നതിൽ അനുകൂല നിലപാടാണെന്നും OPS വ്യക്തമാക്കി. അതിനിടെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ചെന്നൈയിൽ ഇന്നും ആദായനികുതി വകുപ്പ് പരിശോധന നടത്തി. അണ്ണാ DMK MLA സെൽവരാജിന്റെ കാറിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1 കോടി രൂപ പിടിച്ചെടുത്തു. പണം മണ്ഡലത്തിലെ വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുപോകുകയായിരുന്നുവെന്നാണ് വിവരം. റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പ്രതിപക്ഷ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് ഖുഷ്ബു 24-നോട് പറഞ്ഞു. No, it is not office raid. What has to be done lawfully is what is being done lawfully. Why is DMK looking at something which is absolutely uncalled for? If they're so confident of their win, let them go down and say that it's not their government, but let the DMK government go and say that in this pocket of area, these areas, we have done our duties. Why are they blaming everybody else? They are in the opposition. What are they doing? They have not been doing. I come to this area, this Thousand Light constituency. In my area, people are saying last 10 years, we voted for DMK, but nothing has happened. Nobody has turned and looked back at us. ബംഗാളിൽ ഭരണമല്ല മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊള്ളയാണ് നടന്നുവരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗാളിനെ തൃണമൂൽ കോൺഗ്രസിന് കൈകളിൽ നിന്നും രക്ഷിക്കാനുള്ള ചരിത്ര ദൗത്യത്തിലാണ് BJP. അവസരങ്ങളുടെ ഭൂമിയാകെ മരുഭൂമിയായി മാറിയിരിക്കുകയാണ്. ഇതിനുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ മമതാ ബാനർജിക്ക് നൽകുമെന്നും പ്രധാനമന്ത്രി. ബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട പീഡന കേസിൽ CBI അന്വേഷണത്തിന് നടപടികൾ ഉചിതമാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരി CBI ഡയറക്ടർക്ക് നിവേദനം നൽകി. സോളാർ ഫയൽ പേഴ്സണൽ മന്ത്രാലയത്തിലാണെന്നും 2 ദിവസത്തിനകം മറുപടി നൽകാമെന്ന് CBI ഡയറക്ടർ അറിയിച്ചതായും പരാതിക്കാരി ഡൽഹിയിൽ പറഞ്ഞു. കേസിൽ നിന്ന് പിന്മാറാൻ സമ്മർദ്ദം ശക്തമാണെന്നും വധശ്രമം പോലും ഉണ്ടായെന്നും പരാതിക്കാരി വ്യക്തമാക്കി. ഇപ്പോൾ DOPTക്ക് ഫയൽ ഗവൺമെൻറ് ഇപ്പം അയച്ചു കഴിഞ്ഞു. എല്ലാ ഫയൽസും ഇൻക്ലൂഡിങ് വാളയാർ കേസിൻ്റെ പോലും വന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കേസിൻ്റെ വന്നിരുന്നു. അപ്പോൾ അതിനൊരു റെപ്രസെൻറ്റേഷൻ ഡിമാൻഡ് ചെയ്തിട്ടാണ് വന്നത്. പ്രാഥമികമായിട്ട് ഇപ്പം ഫീസിബിലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രൊസീഡിങ്സ് നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നു, ഞാൻ അതിന് റെപ്രസെൻറ്റേഷൻ ചെയ്തു. അവരെനിക്ക് അതിന് അക്നോളജ്മെൻറ്റും തന്നിട്ടുണ്ട്. കേരള ജനത നിരാകരിച്ച വിഷയമാണെന്നും CPIM BJP രഹസ്യധാരണയുടെ ഭാഗമാണ് ഇപ്പോഴത്തെ നീക്കങ്ങളെന്നും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു. സോളാർ വിവാദം എന്തിനു വേണ്ടിയാണ് വീണ്ടും പുറത്തു കൊണ്ടുവന്ന കാര്യം എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് അത്തരമൊരു ആരോപണം വീണ്ടും കേരള പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇത് കേരള പൊതുസമൂഹം തിരിച്ചറിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്.
ഡൽഹി എയിംസിൽ അതിക്രമം നടത്തിയെന്ന കേസിൽ ആം ആദ്മി പാർട്ടി MLA സോംനാഥ് ഭാരതിയുടെ ശിക്ഷ ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സോംനാഥ് ഭാരതിക്ക് ജാമ്യവും അനുവദിച്ചു. വിചാരണ കോടതി വിധിച്ച 2 വർഷം തടവ് ശിക്ഷ ഇന്നലെ ഡൽഹിയിലെ പ്രത്യേക കോടതി ശരിവച്ചിരുന്നു. 2016 സെപ്റ്റംബർ 9 സോംനാഥ് ഭാരതിയും 300ഓളം പേരും ചേർന്ന് ഡൽഹി എയിംസിൽ കടന്നുകയറി സുരക്ഷാ ജീവനക്കാരനെ മർദ്ദിച്ചെന്നും എയിംസിന്റെ മതിൽ പൊളിച്ചെന്നുമാണ് ആരോപണം. 2016 40,000-ൽ പരം വോട്ടുകൾ ലഭിച്ച BJPക്ക് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർച്ച ഉണ്ടായെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. BJPയുടെ വോട്ടുകൾ CPIM-നാണ് ലഭിച്ചത്. UDF-നെ തോൽപ്പിക്കാൻ BJPയും CPIM-ഉം കൈകോർക്കുമെന്നതിൽ തർക്കമില്ലെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ശ്രദ്ധയോടെ UDF പ്രവർത്തകർ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരുമെന്നും മുല്ലപ്പള്ളി മുന്നറിയിപ്പ് നൽകി. തെരഞ്ഞെടുപ്പിന്റെ വോട്ടുകൾ നമ്മൾ പരിശോധിച്ചപ്പോൾ 44,000 വോട്ട് കിട്ടിയ ഭാരതീയ ജനതാ പാർട്ടിക്ക് പെട്ടെന്ന് വോട്ടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് 28,000 വോട്ടുകളായിട്ട് ചുരുക്കിയെന്ന് പറയുമ്പോൾ അത്രയും വോട്ടുകൾ എങ്ങോട്ടേക്ക് പോയി? അത് നേരെ ചെന്ന് പതിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വീണ്ടിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യയുടെ വോട്ട് പട്ടികയിലാണെന്ന കാര്യം നമ്മൾ ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെടുത്താൻ ഏതറ്റത്തും പോകാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും കൈകോർത്ത് പിടിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പിനെതിരെ BJP രംഗത്ത്. മഞ്ചേശ്വരത്ത് 1121 വോട്ടർമാർ വ്യാജമെന്നാരോപിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് BJP പരാതി നൽകി. 500 വോട്ടർമാർ അനധികൃതമായി കടന്നുകൂടി. മഞ്ചേശ്വരത്ത് ആകെ 1621 വ്യാജ വോട്ടർമാരുണ്ടെന്നും പരാതിയിൽ BJP ചൂണ്ടിക്കാട്ടുന്നു. കള്ളവോട്ടിലും വോട്ടിരട്ടിപ്പിക്കലിലും രമേശ് ചെന്നിത്തലയ്ക്കും പങ്കുണ്ടെന്നും BJP ആരോപിച്ചു. ഇരട്ട വോട്ടുകളുടെ കണക്കെടുക്കുന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മഞ്ചേശ്വരവും കാസർഗോഡും മറന്നുപോയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. അതിൽ പ്രതിപക്ഷ നേതാവ് ചെയ്തിരിക്കുന്ന ഒരു വിവേചനപരമായ നടപടി മഞ്ചേശ്വരത്തെയും കാസർകോട്ടെയും വോട്ടുകൾ പ്രതിപക്ഷ നേതാവ് അതിൽ പെടുത്തിയിട്ടില്ല. ഞങ്ങൾ ആ രണ്ട് മണ്ഡലങ്ങളുടെയും ഇപ്പോൾ 2000-ഓളം കള്ളവോട്ടുകൾ ഇരട്ട വോട്ടുകൾ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മാത്രമുണ്ട്. ഞാൻ അതിൻ്റെ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിരിക്കുകയാണ്. അതിൽ ഇവിടെ മഞ്ചേശ്വരത്തെ കള്ളവോട്ടിനെ കുറിച്ച് UDF മിണ്ടുന്നേ ഇല്ല. അതായത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ മാത്രം 2200-ഓളം ഇരട്ട വോട്ടുകളാണുള്ളത്. അത് പൂർണ്ണമായിട്ടും ഞങ്ങൾ സമാഹരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയായി നൽകിയിട്ടുണ്ട്. കയ്പമംഗലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശോഭ സുബിന് 3 വോട്ടുകളുള്ളതായി ആരോപണം. ശോഭ സുബിൻ മത്സരിക്കുന്ന കയ്പമംഗലത്ത് 1 വോട്ടും നാട്ടിക മണ്ഡലത്തിൽ 2 വോട്ടുകളും ഉള്ളതായാണ് ആരോപണം. ശോഭ സുബിനിന്റെ പേരുൾപ്പെട്ട വോട്ടർ പട്ടികകളുടെ പകർപ്പ് ഹാജരാക്കിയായിരുന്നു LDF-ന്റെ ആരോപണം. വലപ്പാട് പഞ്ചായത്തിലെ നാട്ടിക നിയോജകമണ്ഡലത്തിലെ വലപ്പാട് പഞ്ചായത്തിലെ 144 നമ്പർ ബൂത്തിൽ ഇയാൾക്ക് 2 വോട്ടുകളാണുള്ളത്. അതാണ് ഏറ്റവും ഗൗരവപ്പെട്ടൊരു കാര്യം. അത് രണ്ട് വോട്ടർ ID-യിലാണ് ആ വോട്ട് കാണുന്നത്. യഥാർത്ഥത്തിൽ ഇയാൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാർമ്മികവും അതുപോലെ തന്നെ നിയമപരവുമായിട്ടുള്ള സാധുത യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സാഹചര്യമാണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും കളക്ടർക്കും LDF കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി പരാതി നൽകി. മഹാരാഷ്ട്രയിലെ ആഭ്യന്തരമന്ത്രിക്കെതിരെയുള്ള അഴിമതി ആരോപണത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് സാധ്യത. വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നീക്കം. സംഭവത്തിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടായാൽ തിരിച്ചടിക്ക് സാധ്യതയെന്ന നിയമവിദഗ്ധരുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതേസമയം പരംബീർ സിംഗിനോട് CBI അന്വേഷണം ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പോലീസ് ഇൻസ്പെക്ടർ സച്ചിൻ വാസയ്ക്കെതിരെ NIA UAPA ചുമത്തിയിട്ടുണ്ട്. അനിൽ ദേശ്മുഖിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് BJP ഇപ്പോൾ ഉയർത്തുന്നത്. അഴിമതി ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ നിവേദനവുമായി ഇന്ന് ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ BJP നേതാക്കൾ ഗവർണറെ കണ്ടു. ബീഹാർ നിയമസഭയിൽ പ്രതിപക്ഷാംഗങ്ങൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ വ്യാപക പ്രതിഷേധം. ബീഹാറിൽ ജനാധിപത്യമില്ലാതായെന്നും മുഖ്യമന്ത്രി BJPയുടെ വക്താവായി മാത്രം അധപതിച്ചെന്നും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെയും ആരോപിച്ചു. തെരുവിൽ ആക്രമണം അഴിച്ചുവിടാൻ നേതൃത്വം നൽകി എന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് അടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തു. വിഷയത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം ഉയരണമെന്ന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തു. पार्लियामेंट असेंबली में ही चला तो आप सोचिए बिहार में क्या हालत होगी, लॉ एंड ऑर्डर का क्या सिचुएशन होगा. और अगर ये कानून पुलिस कानून वहाँ पर अगर पास हुआ तो उसके बाद क्या हालत होगी. സ്ത്രീകൾക്കെതിരായ അതിക്രമവുമായി ബന്ധപ്പെട്ട് KSRTC-യിൽ നടപടി. സഹപ്രവർത്തകയെ ലൈംഗികമായി ചൂഷണം ചെയ്ത് ആത്മഹത്യയിടയാക്കിയ സംഭവത്തിൽ KSRTC ജീവനക്കാരനെ പുറത്താക്കി. അങ്കമാലി സെക്ഷൻ ഗ്രേഡ് അസിസ്റ്റന്റ് IP ജോസിനെയാണ് പുറത്താക്കിയത്. വനിതാ കണ്ടക്ടറോട് ലൈംഗിക ചുവയോടെ സംസാരിച്ച് മാനസികമായി പീഡിപ്പിച്ചതിന്
തിരുവനന്തപുരം യൂണിറ്റിലെ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം സിറ്റി യൂണിറ്റിലെ സ്റ്റോർ ഇഷ്യൂവർ എസ് ചന്ദ്രനെയാണ് സസ്പെൻഡ് ചെയ്തത്. നടപടി കോർപ്പറേഷൻ അന്വേഷണത്തെ തുടർന്നാണ്. പ്രമുഖ മലയാളി വ്യവസായം ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മുൻ ഓഫീസറുമായ ടി ഹരിദാസ് അന്തരിച്ചു. ലണ്ടനിലെ ടൂട്ടിംഗ് സെന്റ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഗുരുവായൂർ സ്വദേശിയാണ്. സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. ലണ്ടനിലും യൂറോപ്യൻ രാജ്യങ്ങളിലും സൂര്യ ഫെസ്റ്റിവലും കേരള ടൂറിസം ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ടി ഹരിദാസ്. ടി ഹരിദാസിന്റെ മരണത്തിൽ മുഖ്യമന്ത്രി അനുശോചിച്ചു. ബ്രിട്ടനിലെ മലയാളി സമൂഹത്തിലെ സജീവ സാന്നിധ്യമായിരുന്ന ടി ഹരിദാസ് ലോക കേരള സഭാംഗമെന്ന നിലയിലും ശ്രദ്ധേയനായിരുന്നുവെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്നത്തെ പ്രധാന വാർത്തകൾ പൂർത്തിയാവുന്നു. നമസ്കാരം. Number 1 Election Channel 24.